ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നേതാക്കന്മാര്. പുറത്തുള്ളവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? മുഖ്യമന്ത്രി ആരെന്നറിയാൻ നിമിഷങ്ങൾ എണ്ണുകയാണ് രാഷ്ട്രീയ കേരളം. കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടാകും. എന്തായി തീരുമാനിച്ചോ? കേജിയാണോ? ഏതാണ്ട് തീരുമാനിച്ചോലൊക്കെ തന്നെ. It has been decided that Shri V.D. Satishan be appointed. നമുക്ക് ആഘോഷിക്കണം. അവരാഘോഷം തുടങ്ങിയില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും കാണൂടാ ഈ തോർത്തിട്ട് കരയടാ. ശ്രീ വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. അപ്പൊ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അതൃപ്തിയിൽ രമേശ് ചെന്നിത്തല എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. KC സന്തോഷം രേഖപ്പെടുത്തി പ്രതികരണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. റഹീസ്, കൂടെ നിർത്തിയ പണിയാവോ? അത് നോക്കട്ടെ. മുന്നോട്ട് പോകണമെങ്കിൽ ഈ തെരടിയും കൂടെ കൂടെ കൂട്ടണമെങ്കിൽ അങ്ങനെ ആവാം. ഇവിടെ ഇതുപോലെ രണ്ടെണ്ണം ആവുന്നല്ലേ. രാഹുൽ ഗാന്ധിയോടും രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി അറിയിച്ചു. തന്റെ സീനിയോറിറ്റി പരിഗണിച്ചില്ല, പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം പരിഗണിച്ചില്ല.